Hi all, welcome to Study Win PSC. 10th പ്രിലിമിനറി എക്സാമിനേഷൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഗംഗാ ശുദ്ധീകരണ പദ്ധതിയുടെ പേരെന്ത്? ഉത്തരം നമാമി ഗംഗ. 2021 ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്ന സ്ഥലം? ഉത്തരം യുണൈറ്റഡ് കിങ്ഡം. 2022 ധാക്ക അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ ഏത് ഇന്ത്യൻ സിനിമയ്ക്കാണ് മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്? ഉത്തരം കുഴങ്ങൾ. 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ? ഉത്തരം പോൾ സക്കറിയ. 2021-2022 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി? ഉത്തരം നിർമ്മല സീതാരാമൻ. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ തകർന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഉക്രൈൻ നിർമ്മിത വിമാനം? ഉത്തരം AN-225 മരിയ. 2021 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം നേടിയ മലയാളി? ഉത്തരം PR ശ്രീജേഷ്. നിലവിലെ കേരള നിയമസഭാ സ്പീക്കർ? ഉത്തരം AN ഷംസീർ. 2022 ഫിഫ വേൾഡ് കപ്പിന് ആതിഥേയം വഹിക്കുന്ന രാജ്യം? ഉത്തരം ഖത്തർ. നിലവിലെ കേരള ലോകായുക്ത ചെയർമാൻ? ഉത്തരം N അനിൽകുമാർ. ശ്രദ്ധിക്കുക, നിലവിലെ കേരള ലോകായുക്ത ചെയർമാൻ N അനിൽകുമാർ ആണ്. അടുത്ത ചോദ്യം, കേരളത്തിന്റെ തീരപ്രദേശം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം മലബാർ തീരസമതലം. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹം? ഉത്തരം ലക്ഷദ്വീപ്. വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യയെ രണ്ടായി വേർതിരിക്കുന്ന അക്ഷാംശ രേഖ? ഉത്തരം ഉത്തരായന രേഖ. ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്ന് വേർതിരിക്കുന്ന സമുദ്രഭാഗം? ഉത്തരം മാന്നാർ കടലിടുക്ക്. ഇന്ത്യയിലെ ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാം? ഉത്തരം കൊല്ലം, കോട്ടപ്പുറം. കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ നിന്നും ലഭിക്കുന്ന ആണവോർജ ധാതു? ഉത്തരം തോറിയം. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം? ഉത്തരം മുംബൈ ഹൈ. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖല? ഉത്തരം പ്രാഥമിക മേഖല. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം? ഉത്തരം തുമ്പ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം? ഉത്തരം ഇന്ത്യൻ റെയിൽവേ. വന്ദേ മാതരം എന്ന രാഷ്ട്രഗീതം 1882 ബംഗാളി നോവലിസ്റ്റായ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ഒരു നോവലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഏതാണ് ആ നോവൽ? ഉത്തരം ആനന്ദമഠം. ഇന്ത്യയുടെ ദേശീയഗാനം പാടി തീർക്കുവാൻ എടുക്കേണ്ട സമയപരിധി ഇന്ത്യ ഗവൺമെന്റിന്റെ ചട്ടപ്രകാരം എത്ര സെക്കൻഡാണ്? ഉത്തരം 52 സെക്കൻഡ്. ഇന്ത്യൻ ഭരണഘടനയിൽ 1976 ഒരു ഭരണഘടനാ ഭേദഗതി നിയമം വഴിയാണ് മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. താഴെ പറയുന്നവയിൽ ഏത് ഭേദഗതി നിയമം അനുസരിച്ചാണ് 10 ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? ഉത്തരം 42ാം ഭേദഗതി. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 പൗരന്മാർക്ക് ചില മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. താഴെ പറയുന്നവയിൽ ഒരു അവകാശം ഭാഗം 3 ഉൾപ്പെടുത്തിയിട്ടില്ല. ഏതാണ് ആ അവകാശം? ഉത്തരം തുല്യ ജോലിക്ക് തുല്യ വേതനത്തിനുള്ള അവകാശം. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 21A 6 മുതൽ 14 വരെ വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമായി ഉറപ്പു നൽകുന്നു. ഏത് ഭരണഘടനാ ഭേദഗതി നിയമം അനുസരിച്ചാണ് ഈ വകുപ്പ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? ഉത്തരം 86ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണഘടനാ രൂപീകരണ വേളയിൽ ഒരു മൗലിക അവകാശമായി ഉൾപ്പെടുത്തുകയും പിന്നീട് 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എടുത്തു മാറ്റപ്പെടുകയും ചെയ്ത അവകാശം താഴെ പറയുന്നവയിൽ ഏതെന്ന് തിരിച്ചറിയുക. ഉത്തരം സ്വത്തവകാശം. താഴെ പറയുന്നവയിൽ ഏതു വകുപ്പിനെയാണ് ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത്? ഉത്തരം 32ാം വകുപ്പ്. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് ഏത് വർഷമാണ് പാസാക്കിയത്? ഉത്തരം 2005. അടുത്ത ചോദ്യം നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകൾ തെറ്റായത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ A, മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ കമ്മീഷന് അധികാരമുണ്ട് എന്നുള്ളതാണ് തെറ്റായ പ്രസ്താവന. നമുക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി താഴെ പറയുന്നതിൽ ശരിയായവ ഏതൊക്കെയാണെന്ന് നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ഡോക്ടർ രംഗനാഥ മിശ്രയാണ്.
മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്താൻ കമ്മീഷന് അധികാരമുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 1993 പാർലമെന്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം നിലവിൽ വന്ന സ്ഥാപനമാണ്. ഇവ മൂന്നുമാണ് ശരിയായ പ്രസ്താവനകൾ. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയുടെ ദേശീയ പതാകയുടെ മാതൃക ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി അംഗീകരിച്ചത് ഏത് ദിവസമാണ്? ഉത്തരം 22 ജൂലൈ 1947. ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചിരാജ, കൊട്ടിയോട്ട് രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭരണാധികാരി? ഉത്തരം പഴശ്ശിരാജ. കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ? ഉത്തരം ലോഗൻ കമ്മീഷൻ. തരിസാപ്പള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത്? ഉത്തരം അയ്യനടികൾ തിരുവടികൾ. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം? ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരം. തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരി? ഉത്തരം റാണി ഗൗരി പാർവതിഭായ്. രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത്? ഉത്തരം ഹെർമൻ ഗുണ്ടർട്ട്. തുലാം 10 സമരം എന്നറിയപ്പെടുന്നത്? ഉത്തരം പുന്നപ്ര വയലാർ സമരം. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയാക്കിയ ഉടമ്പടി? ഉത്തരം ശ്രീരംഗപട്ടണം ഉടമ്പടി. കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചത്? ഉത്തരം വി.ടി. ഭട്ടതിരിപ്പാട്. മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയ വർഷം? ഉത്തരം 1891. ക്രിക്കറ്റ് ഇതിഹാസമായിരുന്ന ഷെയ്ൻ വോണിന്റെ ജന്മസ്ഥലം? ഉത്തരം ഓസ്ട്രേലിയ. പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം? ഉത്തരം ടേബിൾ ടെന്നീസ്. ഹോക്കി കളിയിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന കായിക താരം? ഉത്തരം ധ്യാൻ ചന്ദ്. പൂക്കോട്ട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല? ഉത്തരം വയനാട്. പാലക്കാട് ജില്ലയിലെ നിത്യഹരിത വനം? ഉത്തരം സൈലന്റ് വാലി. കേരളത്തിലെ നാടുകളെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത്? ഉത്തരം വട്ടെഴുത്ത് ലിഖിതം. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം? ഉത്തരം മൂലമറ്റം. പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ട നദി? ഉത്തരം പെരിയാർ. 5 തിണൈകളിൽ നെയ്തൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഉത്തരം കടൽ തീരം. സംഘകാലഘട്ടത്തിൽ ഉപ്പുവ്യാപാരികൾ ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നു? ഉത്തരം ഉമണർ. അടുത്ത ചോദ്യം നോക്കാം. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത്? ഉത്തരം ഡൽഹൌസി പ്രഭു. ഗാന്ധിജി അധ്യക്ഷ പദവി അലങ്കരിച്ച കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം? ഉത്തരം ബെൽഗാം. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥം രചിച്ചത്? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. ഗാന്ധിജിയുടെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി? ഉത്തരം ക്ലമന്റ് ആറ്റ്ലി. സന്താളർ അധിവസിച്ചിരുന്ന ഭൂമി? ഉത്തരം ദാമിൻ ഇ കോഹ്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധം? ഉത്തരം പ്ലാസി യുദ്ധം. സതി സമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി? ഉത്തരം വില്യം ബെന്റിക് പ്രഭു. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ഭാരതത്തിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടത്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥത്തിന്റെ പേര് തിരഞ്ഞെടുക്കുക. ഉത്തരം ഇനാമൽ. പ്രായപൂർത്തിയായ ഒരു സാധാരണ മനുഷ്യന്റെ വായിൽ ആകെയുള്ള ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര? ഉത്തരം 8. ഏത് ജീവകത്തിന്റെ അഭാവമാണ് മനുഷ്യരിൽ മോണയിൽ പഴുപ്പ്, രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത്? ഉത്തരം ജീവകം സി. കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേര്? ഉത്തരം സുകൃതം. താഴെ പറയുന്ന 1 മുതൽ 4 വരെയുള്ള ഇനങ്ങളിൽ കൊതുകുകൾ മുഖേനയല്ലാതെ പകരുന്ന രോഗങ്ങൾ ഏവ? ഉത്തരം ഓപ്ഷൻ എ 1, 3 എന്നിവ. ഏതൊക്കെയാണെന്ന് നോക്കാം. കുഷ്ഠം, കോളറ. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ഏത് ജില്ലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കോഴിക്കോട്. അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജന്റെ അളവ് എത്ര? ഉത്തരം 78%. ചന്ദ്രശങ്കര എന്നത് ഏത് സസ്യത്തിന്റെ സങ്കരവർഗമാണ്? ഉത്തരം തെങ്ങ്. താഴെ പറയുന്നവയിൽ ഏത് രാസവസ്തുവാണ് മണ്ണിന്റെ ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? ഉത്തരം ഹൈഡ്രജൻ പെറോക്സൈഡ്. ലോക വനദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരം മാർച്ച് 21. ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ജോൺ ഡാൾട്ടൺ.
സിങ്കിന്റെ അയിര് ഏതാണ്? ഉത്തരം കലാമിൻ. കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉത്കൃഷ്ട വാതകം ഏതാണ്? ഉത്തരം ഹീലിയം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഉത്തരം ഓക്സിജൻ. വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ഉത്തരം സൾഫ്യൂരിക് ആസിഡ്. ഒരു വസ്തുവിന്റെ വേഗതയെ സംബന്ധിച്ച് താഴെ പറയുന്നതിൽ ഏത് സമവാക്യമാണ് ശരിയല്ലാത്തത്? ഉത്തരം വേഗത = ദൂരം × സമയം എന്നുള്ളതാണ് ശരിയല്ലാത്തത്. പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? ഉത്തരം ജൂൾ. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേര്? ഉത്തരം ISRO. മനുഷ്യന്റെ ശരാശരി ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? ഉത്തരം 37 ഡിഗ്രി സെൽഷ്യസ്. ഒരു ലെൻസിന്റെ ഫോക്കസ് ദൂരവും പവറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമവാക്യം ഏതാണ്? ഉത്തരം P = 1/f. അടുത്തത് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പറും ശരിയായ ഉത്തരത്തിന്റെ ഓപ്ഷനും മാത്രമാണ് പറഞ്ഞു പോകുന്നത്. എക്സ്പ്ലനേഷൻ വീഡിയോ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. 81 ഓപ്ഷൻ ബി, 82 ഓപ്ഷൻ സി, 83 ഓപ്ഷൻ ഡി, 84 ഓപ്ഷൻ എ, 85 ഓപ്ഷൻ സി, 86 ഓപ്ഷൻ ബി, 87 ഓപ്ഷൻ എ, 88 ഓപ്ഷൻ ഡി, 89 ഓപ്ഷൻ ബി, 90 ഓപ്ഷൻ സി, 91 ഡിലീറ്റ് ക്വസ്റ്റ്യൻ ആണ്, 92 ഓപ്ഷൻ ബി, 93 സി, 94 ഓപ്ഷൻ എ, 95 ഓപ്ഷൻ സി, 96 ഓപ്ഷൻ ബി, 97 ഓപ്ഷൻ എ, 98 ഓപ്ഷൻ ഡി, 99 ഓപ്ഷൻ ബി, 100 ഓപ്ഷൻ സി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.